എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ബ്രെഡ് കൊണ്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ഈ ബ്രെഡ് പീസിനകത്ത് നല്ലൊരു മസാലയൊക്കെ വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാനുള്ള ആ ഒരു മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായതിന് ശേഷം വെജിറ്റബിൾ ഓയിലോ കോക്കനട്ട് ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഓയിൽ ചൂടായി വന്നതിന് ശേഷം 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ച് ചേർക്കണമെച്ചാൽ അങ്ങനെയാവാം കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് 1-2 എടുത്തോളൂ. എരിവ് നോക്കിയിട്ട് എടുക്കണേ. കുട്ടികൾക്ക് കൊടുക്കുമ്പം ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ അതനുസരിച്ച് എടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പം ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. അപ്പോൾ സവാള ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിയണം, നീളത്തിലല്ല, കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ, മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കണേ, ഓൾ എന്ന ഓപ്ഷനും. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായില്ല, ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് നമ്മുടെ സവാള വഴണ്ട് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഒരുപാട് ഫ്രൈ ആക്കണ്ട, ഒന്ന് വഴറ്റിയെടുക്കുമല്ലോ, ആ ഒരു രീതിക്ക് എടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുത്തോളൂ. പച്ചമുളകിന് എരിവുള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനിപ്പം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഗരം മസാല കൂടിപ്പോരുത് കേട്ടോ, വളരെ കുറച്ച് എടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെക്കണേ. ഈ പറയുന്നത് ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന കുട്ടികളോടാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പൊടിയൊക്കെ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളൻകിഴങ്ങാണ്. അപ്പം ഞാൻ ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് അതൊന്ന് പുഴുങ്ങി അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുക വെച്ചാൽ നമുക്ക് എളുപ്പം ഈ മസാല റെഡിയാക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീട്രൂട്ടോ ക്യാരറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ അപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ട് അത് ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ, ഒരു 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ആ മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്, ചെറിയ തീയിലിടണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കാരണം വേവിച്ചത് കൊണ്ട് ഇനി ഒരുപാട് സമയമൊന്നും നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പൊടികളെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ പെട്ടെന്ന് നമ്മുടെ ഈ ഉരുളൻകിഴങ്ങിലേക്കും അതുപോലെ ക്യാരറ്റിലേക്കൊക്കെ ഒന്ന് പിടിച്ചോളും. പൊതുവേ കുട്ടികൾക്ക് പച്ചക്കറി കഴിക്കാൻ വളരെ മടിയാണല്ലേ. അപ്പോൾ ഈ മസാല പോലെ റെഡിയാക്കി കൊടുത്താൽ പിള്ളേർ പച്ചക്കറി കഴിച്ചോളും. അപ്പോൾ ഇതുപോലത്തെ ഒരു മസാലയൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളിതൊന്ന് ഫില്ല് ചെയ്ത് നല്ലൊരു സ്നാക്ക് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്കൂളൊക്കെ വിട്ട് വരുമ്പം അവരും ഭയങ്കര ഹാപ്പിയാവും. കഴിക്കുന്ന കാണുമ്പോൾ നമ്മൾക്ക് നല്ല ഹാപ്പിയാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഉരുളൻകിഴങ്ങും ക്യാരറ്റിൽ നിന്നൊക്കെ കുറച്ചൊരു വെള്ളമയം വരുമല്ലോ, അതെല്ലാം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി തന്നെ നമ്മൾ എടുക്കണം. അല്പം പോലും വെള്ളം പാടില്ല കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സ്നാക്ക് റെഡി ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലൂസാക്കിയിട്ട് ഫില്ല് ചെയ്താൽ അതിനകത്തുനിന്ന് നമ്മൾ ഫ്രൈ ആക്കി കഴിയുമ്പം അതിൽ നിന്ന് അങ്ങ് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല നല്ല ടേസ്റ്റോട് കൂടി എടുക്കണം. അപ്പോഴാണ് കേട്ടോ നമ്മുടെ സ്നാക്ക് കഴിക്കാനും നല്ല രുചി ഉണ്ടാവുള്ളൂ. ഇനി ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിനകത്തേക്ക് ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. കാരണം നമ്മുടെ ആ ഉള്ളിലത്തെ വൈറ്റ് പീസ് മാത്രം നമുക്ക് മതി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പം ഒന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്യണം കേട്ടോ. കാരണം പൊടിഞ്ഞു പോകരുത്. കാരണം ചെറിയ പീസല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പീസിലേക്കാണ് നമ്മൾ ഈ ഒരു ഫില്ലിങ് വയ്ക്കുന്നത്. എളുപ്പം നമുക്ക് വയ്ക്കാം കേട്ടോ. ഇതിപ്പം സ്നാക്സ് ഒന്നും അങ്ങനെ റെഡിയാക്കാത്ത ആളുകൾക്ക് ഇത് കാണുമ്പം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നും. ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം നമ്മൾ ആ 4 സൈഡ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമേ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ടല്ലോ, അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളതൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ, ഫ്രിഡ്ജിനകത്തൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. ഒരുപാട് നാളൊന്നുമല്ല, നെക്സ്റ്റ് ഡേയിലൊക്കെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുക വെച്ചാൽ നമുക്ക് ഇതൊന്ന് പൊടിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ 4 സൈഡും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. 4 സൈഡും പോയി കഴിഞ്ഞപ്പം പിന്നെ ഇത് തയ്യാറാക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്.
ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചപ്പാത്തി, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ചപ്പാത്തി കോലുണ്ടല്ലോ, അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും. ഒരുപാടൊന്നും പരത്തണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്നറിയോ, ഇങ്ങനെ പ്രസ് ചെയ്ത് കിട്ടുക വെച്ചാൽ നമുക്ക് ഫില്ല് ചെയ്യാനും അത് ഫോൾഡ് ചെയ്യാനും വളരെ ഈസിയാണ് കേട്ടോ. കാരണം കണ്ടില്ലേ, പെട്ടെന്ന് നമുക്കതൊന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ എല്ലാം അതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യുമ്പം വളരെ കുറച്ച് വച്ച് കൊടുത്താൽ മതി കേട്ടോ. അതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാം. കടലമാവിലാണ് കേട്ടോ ഇത് മുക്കി പൊരിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ചൊക്കെ കടലമാവ് എടുത്തോളൂ. കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തത്. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് വാങ്ങി വെക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്തേക്ക് ഞാൻ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ മസാല റെഡിയാക്കിയപ്പോൾ അതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ബ്രെഡ് വളരെ സോഫ്റ്റ് ആവും മാവിലേക്ക് മുക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് ഒരുപാട് ലൂസായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മുക്കി പൊരിക്കാൻ കിട്ടില്ല. ആ ബ്രെഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരില്ല, ഫുൾ അങ്ങ് സ്പ്രെഡായി പോവും. അത് കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം ഈ മാവ് റെഡിയാക്കാൻ. അത്യാവശ്യം കുറച്ച് തിക്കോട് കൂടി തന്നെ റെഡിയാക്കി എടുക്കുക. ഇനി നമ്മൾക്കിത് വളരെ എളുപ്പത്തിൽ ഇത് പൊരിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അറിയാമല്ലോ, കടലമാവും ബ്രെഡുമാണ്. നമ്മൾ ഇട്ട് കൊടുത്താൽ 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഫ്രൈ റെഡിയാക്കി കിട്ടും. ആ മസാല റെഡിയാക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ച് സമയം എടുക്കുകയുള്ളൂ. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. അതുപോലെ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമാണ് ഈ ബ്രെഡ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഓരോന്നാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. കാരണം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഫ്രൈ ആക്കി എടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഈ കടലമാവും ബ്രെഡ് ആയതുകൊണ്ടേ നമ്മൾ ഒരു സൈഡ് അങ്ങനെ ഒരുപാട് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പം മസാലക്കൂട്ടൊക്കെ റെഡിയാക്കി ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പം ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ള വെജിറ്റബിൾസൊക്കെ അതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഗ്രീൻ പീസൊക്കെ ചേർക്കണമെന്ന് വെച്ചാൽ ആവാട്ടോ. അതൊക്കെ വേവിച്ചിട്ട് അതിനകത്തേക്ക് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ, കണ്ടില്ലേ, ഒട്ടും എണ്ണ അതിനകത്തേക്ക് ഒന്നും കുടിച്ചിട്ടില്ല. നമ്മുടെ ബ്രെഡ് മസാല ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. സോസിൻ്റെ കൂടെ അല്ലെങ്കിൽ പുതിന ചട്നി ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പുതിന ചട്നിയുടെ റെസിപ്പി ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വേണമെച്ചാൽ അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അതും കൂടെ തയ്യാറാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കണം. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.